Top or drop? വെറുതെ നഷ്ടപ്പെടുത്തി 6 ലക്ഷം രൂപ. സിക്കിമിൽ ഒന്നുമില്ല, പഞ്ചാബിൽ 8 ലക്ഷം രൂപ. ടോപ്പ് ഓർ ഡ്രോപ്പ്? Punjab is the right answer. ആ ഒരു ഗസ് വർക്ക് കറക്റ്റ് ആയി. 5 നദികളുടെ നാടാണെന്നുള്ളൊരു ഇതിലാണ് അതിനകത്ത് കൂടുതൽ വെച്ചത്. ലാസ്റ്റ് ആണ് ഒരു കെട്ടെടുത്ത് അങ്ങോട്ട് വെച്ചത്. ലാസ്റ്റ് മൊമെന്റ് ആണ് അത് വെച്ചത്, ഞാൻ ശ്രദ്ധിച്ചു. അതുകൊണ്ട് 2 ലക്ഷം കൂടുതൽ ഇപ്പൊ അതിലുണ്ടായി. 8 ലക്ഷം. ആദ്യ 80 ലക്ഷം രൂപ നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ യു വുഡ് ഹാവ് ഹാഡ് മച്ച് മോർ വലിയ എമൗണ്ട് ഇനി മുന്നോട്ട് പോകാൻ. ഇനി അടുത്ത 4ാമത്തെ ചോദ്യമല്ലേ? യെസ്. മക്കളുടെ വിശേഷങ്ങൾ പറയൂ. പേരെന്താ? ഞാൻ ചോദിച്ചില്ല. മോള് 8 വയസ്സ്. സെറ്റ്ന. സെറ്റ്ന എന്നാണ് പേര്. സെറ്റ്ന? സെറ്റ്ന എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ്, 9th പ്ലാനറ്റ്. പ്ലൂട്ടോ 10th പ്ലാനറ്റ്. പ്ലൂട്ടോ കഴിഞ്ഞ് കണ്ടുപിടിച്ചൊരു പ്ലാനറ്റ്. ന്യൂ ഫൗണ്ട് പ്ലാനറ്റും ന്യൂ ഫൗണ്ട് ബേബിയും. ഒരു കാര്യമുള്ളത്, പേരിനകത്ത് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. പേരിന്റെ കാര്യത്തിൽ എന്താണെന്നറിയോ? എന്താണത്? അത് ചിലപ്പോ ചിന്തിച്ചാൽ പറയാൻ പറ്റും. എന്റെ പേര് ലിൻസ്. ഇച്ചിരി വെറൈറ്റി ഉള്ള പേരാ ലിൻസ്. അത് മമ്മി വെറൈറ്റി ഉള്ള പേര് നോക്കിയാ മോനെ കുഞ്ഞു. എന്റെ അമ്മയുടെ പേര് ലൈസാമ എന്നാണ്. അപ്പൊ എല്ല് ചേർത്ത് ഒരു പേര് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ലിൻസ് എന്ന് പേര്. എന്റെ സിസ്റ്റർമാർക്ക് 2 പേര് ലിപ്റ്റി, ലിനിറ്റ്. ഒരു വെറൈറ്റി. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഹൻസൽ. ഹൻസൽ എന്ന ആ ഒരു പേര്. പിന്നെ അടുത്തത് എന്റെ മോളുടെ പേര് സെദിന. സെദിന ഒരു പ്ലാനറ്റിന്റെ പേരാണ്. അത് മോൾ ഉണ്ടായ ദിവസമാണ് ആ പ്ലാനറ്റ് കണ്ടുപിടിക്കുന്നത്. 2004 മാർച്ച് 14th. അങ്ങനെ ആ പേര് മോക്ക്. അങ്ങനെ ആ പേര് മോക്കിട്ടു. മോന്റെ പേര് നൈദൽ. 5 വയസ്സുള്ള കുഞ്ഞു. ഓക്കെ, എത്ര വയസ്സുണ്ട്? 5 വയസ്സ്. ഓ, 5 വയസ്സുണ്ട്. ഓക്കെ, സോ ബിഫോർ വി മൂവ് ഓൺ, പ്രേക്ഷകർക്കായി വീണ്ടും ആൻസർ ഓപ്ഷൻസ്. ദിസ് ടൈം വിത്ത് ദ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അരവിന്ദൻ, ഓപ്ഷൻ ബി ജയരാജ്, ഓപ്ഷൻ സി അടൂർ ആൻഡ് ഓപ്ഷൻ ഡി ഷാജി ആൻഡ് കരുൺ. ചോദ്യം ഇതാണ്: ദേശീയ പുരസ്കാരം നേടിയ തമ്പ് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? വീണ്ടും ആൻസർ ഓപ്ഷൻസ്: എ അരവിന്ദൻ, ബി ജയരാജ്, സി അടൂർ ആൻഡ് ഡി ഷാജി ആൻഡ് കരുൺ. SMS അയക്കേണ്ട ഫോർമാറ്റ് AYR സ്പേസ് ഓപ്ഷൻ എ ഓർ ബി ഓർ സി ഓർ ഡി സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് സ്ഥലം. SMS അയക്കേണ്ട നമ്പർ 58585. നാളെ ഉച്ചക്ക് 12 മണി വരെ SMS അയക്കാൻ സമയമുണ്ട്. ആൻഡ് വിന്നേഴ്സ് ആരാണെന്ന് അറിയാൻ അടുത്ത ദിവസം പ്ലീസ് വിസിറ്റ് അവർ വെബ്സൈറ്റ്. അഡ്രസ് ഇതാണ് www.sunnetwork.in/1crore. SMS അയക്കുക, കാരണം സെലക്ട് ആവുന്ന 5 പേർക്ക് 5000 രൂപ വീത സമ്മാനമുണ്ട്. കയ്യിലൊരു കോടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കണമെങ്കിൽ എല്ലാവരും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൗ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ഗെയിം ഷോ. ഒരു വഴി മാത്രമേ ഉള്ളൂ. നമ്മളുടെ എല്ലാ എപ്പിസോഡുകളും മറക്കാതെ കാണുക. പ്രേക്ഷകർക്കായി നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുക, കാരണം നാളെ ഒരു പക്ഷേ ഇവിടുന്ന് 1 കോടി നേടാൻ പോകുന്ന മത്സരാർത്ഥി നിങ്ങളാകാം. ലിൻസ് ആൻഡ് ഹൻസൽ, ഗെയിം പൊസിഷൻ നോക്കാം. 3 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 1 കോടി രൂപ ചുരുങ്ങി 8 ലക്ഷം ആയിരിക്കുന്നു. 4ാമത്തെ ചോദ്യമാണ് അടുത്തത്. 4ാമത്തെ ചോദ്യത്തിൽ ഒരു ചേഞ്ച് ഉണ്ട്. യു നോ ദാറ്റ്, റൈറ്റ്? ഒരു ആൻസർ ഓപ്ഷൻ ഞങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ മത്സരത്തിൽ 3 ആൻസർ ഓപ്ഷൻസ് ആണുള്ളത്. പതിവ് പോലെ ഒരു ആൻസർ ഓപ്ഷൻ ഫ്രീ ആക്കി വെക്കണം വെൻ യു ആർ പ്ലേസിംഗ് ദ മണി. 2 ആൻസർ ഓപ്ഷനിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് വെക്കാം. 8 ലക്ഷം പരമാവധി സേവ് ചെയ്യാൻ നോക്കൂ. 8 lakhs in hand. Let's have the categories for question number 4. Cricket, Kerala. Cricket. You like cricket? Yes. Okay. Cricket nu varappo Linsine moothoru chiri vannu. Answer options are Lancashire, Yorkshire, Warwickshire. Okay. ചോദ്യം: ഏത് ഇംഗ്ലീഷ് കൗണ്ടിയിലാണ് ശ്രീശാന്ത് ക്രിക്കറ്റ് കളിച്ചത്? ആൻസർ ഓപ്ഷൻസ്:
Lancashire, Yorkshire, Warwickshire. ആലോചിച്ച് തീരുമാനിക്കൂ. Your timer has begun. ഏതാ യോർക്ക്ഷയർ ആണോ? ഫുൾ അങ്ങ് വെച്ചില്ല. 50 seconds remaining. അല്ല ഇത് പോയേക്കാം. യോർക്ക്ഷയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ലങ്കാഷയറിലൊരു 2 lakhs വെക്കട്ടെ. എനിക്ക് തോന്നുന്നു ലങ്കാഷയർ ആണ്. അവിടെ വിട്ടുപോകാം. 10, 9, 8, 7. ലാൻകാഷയറിൽ 2 ലക്ഷം രൂപ, യോർക്ക്ഷയർ 6 lakhs, വാർവിക്ക്ഷയർ ഒന്നും ഇല്ല. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? വേണ്ട. വേണ്ട. ഏത് ഇംഗ്ലീഷ് കൗണ്ടിയിലാണ് ശ്രീശാന്ത് ക്രിക്കറ്റ് കളിച്ചത്? അറിയാമോ ഇല്ലയോ? കേട്ടിട്ടുണ്ടോ? യെസ് ആണ്. എന്തുകൊണ്ട് വാർവിക്ക്ഷയറിലൊന്നും വെച്ചില്ല? ലങ്കാഷയർ യോർക്ക്ഷയർ കേട്ടിട്ടുണ്ട്, വാർവിക്ക്ഷയർ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. കേട്ടോർമ്മയില്ല അങ്ങനെ ഒരു പേര്. ലിൻസും ഹൻസലും ഞാൻ കേട്ട പേരല്ലല്ലോ. പിന്നെ ശ്രീശാന്ത് കളിച്ചത് ഈയിടെയാണല്ലോ, ഒത്തിരി പഴകിയ ഒരു കളിയല്ല. അപ്പം കേട്ടോർമ്മയിൽ നിൽക്കേണ്ട ഒരു പേരാവണം എന്നുള്ളതാണ് എന്നാണ് തോന്നുന്നത്. മെമ്മറിയിൽ നിന്ന് മറിഞ്ഞു പോകാനായില്ല എന്നുള്ളൊരു തോന്നലാണ്. ലാൻകാഷയറിൽ 2 ലക്ഷം രൂപ, യോർക്ക്ഷയർ ഹാസ് 6 lakhs, വാർവിക്ക്ഷയറിൽ ഒന്നും ഇല്ല. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണ്ട എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. ടോപ്പ് ഓർ ഡ്രോപ്പ്? വാർവിക്ക്ഷയർ ആണ് ശരിയായ ഉത്തരം. ഇതൊരു ഗെയിം ആയിട്ട് തന്നെ എടുക്കുന്നു, ആ സെൻസിൽ തന്നെ എടുക്കുന്നു. 2009 ശ്രീശാന്ത് ക്രിക്കറ്റ് കൗണ്ടി വാർവിക്ക്ഷയർ ക്രിക്കറ്റ് കൗണ്ടിയിൽ കളിച്ചിരുന്നത്. എല്ലാം ഗസ് വർക്കായിരുന്നു, എല്ലാ ആൻസേഴ്സും ഗസ്. അതെ, ഇതുവരെ അല്ലേ ഏതാണ്ട് ഒരു ഗസ് വർക്ക് ആയിട്ട്. പക്ഷേ ഈ ഗസ് വർക്ക് വാസ് നോട്ട് ബാഡ്. ഇതുവരെ എത്തിയില്ലേ? സോ വെറും കൈയോടെ ഞാൻ തിരിച്ചയക്കുന്നില്ല. താങ്ക് യു ഫോർ പ്ലേയിങ് വിത്ത് അസ്. വിവൽന്റെ വക ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ട്. ജോസ്കോ ജുവല്ലേഴ്സ് നൽകുന്ന 10,000 രൂപയുടെ ഗോൾഡ് ഗിഫ്റ്റ് വൗച്ചർ ആൻഡ് ഫ്രാൻസിസ് ആലൂക്കാസ് നൽകുന്ന 10,000 രൂപയുടെ ഡയമണ്ട് ഗിഫ്റ്റ് വൗച്ചർ. താങ്ക് യു സോ മച്ച് ഫോർ പ്ലേയിങ് വിത്ത് അസ് ലിൻസ് ആൻഡ് ഹൻസൽ. മക്കളുടെ അടുത്ത് എൻ്റെ അന്വേഷണം പറയാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ പ്ലേയിങ് വിത്ത് അസ്. നമ്മുടെ അടുത്ത മത്സരാർത്ഥികളെ ക്ഷണിക്കുന്നതിന് മുമ്പ് ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക് ഓൺ വിവൽ കയ്യിൽ 1 കോടി. ആർ യു റെഡി? Welcome back to വിവൽ കയ്യിൽ 1 കോടി. Are you ready? Powered by Josco Jewellers. ബ്രേക്കിന് പോയി വരുമ്പോൾ ഒരു റിഫ്രഷ് ബട്ടൺ അമർത്തുന്നത് പോലെയാ അല്ലേ? വീണ്ടും ഇതാ എൻ്റെ മുമ്പിൽ 1 കോടി രൂപ. ദാറ്റ് ഈസ് ഓൾസോ റിഫ്രഷ്. ഞാനും റിഫ്രഷ്ഡ് ആണ്. നമ്മുടെ നെക്സ്റ്റ് ഫ്രഷ് കണ്ടസ്റ്റൻസ് ആരാ നമുക്ക് നോക്കാം. ദേ ആർ ശാലിനി ആൻഡ് ശിവൻകുട്ടി ഫ്രം ചേർത്തല. സ്വാഗതം ചെയ്യാം. ഹായ് ശാലിനി. ഹായ്. പേരില് ശിവൻ മാത്രമേ ഉള്ളൂ. ശിവൻ കുട്ടി എവിടെ പോയി? ഭയങ്കര സങ്കടമാ. ശിവൻ മാത്രമേ എന്നുള്ളത് ഭയങ്കര കംപ്ലൈന്റ് ചെയ്തോ? പറയും, ഞാൻ പോയി പറയാം അല്ലേ?
എന്റെ ഫുൾ നെയിം ശിവൻകുട്ടി എന്നാ. ഇപ്പൊ കുട്ടിയൊന്നല്ലല്ലോ, നല്ല പൊക്കൊക്കെ ഉണ്ടല്ലോ. ഒരു ഓമനത്തം തോന്നിക്കാൻ വേണം, ഒരു മെച്യൂരിറ്റി ഫീൽ ചെയ്യാൻ വേണം. ഓ, രണ്ടിടയിലാണോ ഈ കുട്ടി? രണ്ടിനിടയിലാകുമ്പോ ശിവൻകുട്ടി ഫുൾ ആവും. ഓക്കെ, എന്ത് ചെയ്യുന്നു രണ്ടുപേരും? ഞാൻ B.Ed ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നു. വാവ്, ആൻഡ് എന്താ സബ്ജക്ട്? മലയാളം. മലയാളം. അപ്പം മലയാളം എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കാനുള്ള പ്ലാൻ ആയിരിക്കും അല്ലേ? അത്രക്കില്ല വേണോ? വേണം. അത്രക്ക്. ആ, ഞാനിങ്ങനെ പഠിച്ചോണ്ടിരിക്കുക. ഞാൻ റെഡി. ശിവൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞു, ഇപ്പം മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കും. ഓക്കെ, ഗ്രാജുവേഷൻ എന്തായിരുന്നു സബ്ജക്ട്? കെമിസ്ട്രി. ഓക്കെ, യു ലൈക്ക് കെമിസ്ട്രി? പഠിക്കണം. കെമിസ്ട്രി പഠിക്കണ്ട. ഐ വാസ് ഗുഡ് ഇൻ കെമിസ്ട്രി. ഐ വാസ് വെരി ഗുഡ് ഇൻ കെമിസ്ട്രി. സോ 1 കോടി രൂപ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മോട്ടിവേഷൻ ടു കം ടു ദിസ് ഗെയിം ഷോ ആൻഡ് വാണ്ട് 1 crore rupees? എന്താണ് ഒരു സ്വപ്നം? പറയൂ. എല്ലാവരും നാട്ടുകാരെല്ലാം കാത്തിരിക്കും ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിന് വന്നതിനെ കുറിച്ച് എങ്ങനെയൊക്കെയാണെന്ന് അറിയാനായിട്ട് കാത്തിരിക്കുക. കൂടുതലായിട്ട് മാഡത്തെ കുറിച്ച് അറിയാനാണ് അവരെല്ലാവരും കാത്തിരിക്കുന്നത്. എല്ലാവരും ചോദിക്കുക, ഞങ്ങൾക്ക് തരുമോ, ഞങ്ങൾക്ക് തരിക, ഇവിടുന്ന് കിട്ടുന്നതിന്റെ പങ്ക് അവർക്ക് കൊടുക്കുക എന്നാണ് അവർ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അപ്പൊ തന്നെ മനസ്സിലായല്ലോ മോട്ടിവേഷൻ എന്താന്ന്. എല്ലാരും സഹായിക്കുക, എല്ലാവരും സഹായിക്കുക. എല്ലാവരും ചോദിച്ചു വെച്ചിരിക്കുക, ഞങ്ങൾക്ക് തരണം കേട്ടോ, ഞങ്ങൾ മറക്കരുത്, പൈസ തന്നു കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ മറക്കരുത്. ഇതാന്ന് വെച്ചാൽ ഒരു ഇനിഷ്യൽ മണിയാണ്. നമ്മൾ ലൈഫിലോട്ട് ബിഗിൻ ചെയ്തതേ ഉള്ളൂ. പഠിത്തം കഴിഞ്ഞ് റിയൽ ലൈഫിലോട്ട് ബിഗിൻ ചെയ്തതേ ഉള്ളൂ. അപ്പോഴേക്കും ഒരു ഇനിഷ്യലായിട്ട് നമുക്ക് കുറച്ച് മണി ഉണ്ടെങ്കിൽ അത് ഒരു വലിയൊരു ഇതായിരിക്കും എന്ന് കരുതുന്നു. അപ്പൊ കസിൻസായി നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടാണോ വളരെ വന്നിരിക്കുന്നത്? പ്ലാൻഡ്. ഭയങ്കര പ്ലാൻ. ഉപരി ഞങ്ങളുടെ രണ്ടുപേരുടെ അച്ഛന്മാര് കുഞ്ഞുനാളെ ഒരുമിച്ച് കളിച്ചു വളർന്നു, അങ്ങനെ ഞങ്ങൾ അറിയപ്പെടുന്നത് തന്നെ നാട്ടില്. ഓ, അപ്പൊ രണ്ടുപേരും ബ്ലഡ് റിലേറ്റഡ് ആണോ അതോ ഫാമിലി ഫ്രണ്ട്സിന്റെ മക്കളാണോ? ഓ, ബട്ട് യു സ്റ്റിൽ വെരി ക്ലോസ് അല്ലേ? അപ്പൊ രണ്ടുപേരും ഭയങ്കര ഏജ് ഡിഫറൻസ് ഉണ്ടോ? ഉണ്ട്. ചേച്ചിയായിട്ട് വരും. ചേച്ചിയാണല്ലേ? ശാലിനി ചേച്ചി. പക്ഷെ എന്റെ പൊക്കവും സൈസൊക്കെ കണ്ട. ഓ, അത്ര വലിയ പൊക്കവും സൈസ് ഒന്നുമില്ല. ശാലിനി ഒരു ഹീൽസ് ഇട്ട് കഴിഞ്ഞാൽ ആ ഹൈറ്റ് ആവില്ല അല്ലേ? സമ്മതിക്കില്ല. നാട്ടുകാർ ചോദിക്കാൻ പോവല്ലേ, ഇതാ പൈസ നിങ്ങളുടെ കയ്യിലാണ്, നാട്ടുകാരെ കാണിച്ചോളൂ. കമാൻ രണ്ടുപേരും. Our prize money is sponsored by Dhatri. 1 കോടി രൂപ നാട്ടുകാർക്ക് കൊണ്ടുപോയി വിതരണം ചെയ്യണമെങ്കിൽ എന്റെ 7 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകിയേ പറ്റൂ. ഓരോ ചോദ്യങ്ങൾക്കും മൾട്ടിപ്പിൾ ആൻസർ ഓപ്ഷൻസ് ഉണ്ട്. അത് കെയർഫുൾ ആയി ഉപയോഗപ്പെടുത്തുക. കിട്ടുന്ന സമയം 60 സെക്കൻഡ്സ് ആണ്. ബിഫോർ വി ബിഗിൻ ദ ഗെയിം, ദിസ് ഇസ് our ഗെയിം പൊസിഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് 1 കോടി രൂപയാണ് കൊണ്ടുപോകാൻ പോകുന്നത്. ഇതുപോലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്കും 7ാമത്തെ ചോദ്യം വരെ പോണം. 1 കോടി രൂപ സേഫ് ആയി വെക്കണം. ഓക്കെ ശിവൻകുട്ടി? ശാലിനി റെഡി? Okay, let's start and let's play. Vival Kail 1 കോടി. Are you ready? നോക്കാം categories for the first question. നോക്കാം. Okay, categories please. ഗവേഷണം, ടൂറിസം. ഏത് വേണം? ഗവേഷണം, ടൂറിസം. Tourism ആണ് selected category. Answer options are തെന്മല, കുളു, ഏർക്കാട് and Darjeeling. ചോദ്യം: ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? വീണ്ടും ആൻസർ ഓപ്ഷൻസ് തെന്മല, കുളു, ഏർക്കാട്, ഡാർജിലിംഗ്. ആലോചിച്ച് തീരുമാനിക്കൂ. തെന്മല. ഓക്കേ, സമയം ആരംഭിച്ചിരിക്കുന്നു. വെച്ചോളൂ. 50 seconds remaining. ഡാർജിലിംഗ് വെക്കുന്നു? വേണ്ട. ഡാർജിലിംഗ് വെക്കാൻ വെച്ചു വന്നു. അവിടെ കൊണ്ട് വെച്ചേ. ഇത് വെച്ചു അവിടെ വെച്ചു, ബാക്കി വെച്ചു. 40 seconds ഉണ്ട്. ഷുവർ ആണല്ലോ? ഓക്കെ, ഡാർജിലിംഗ് വെക്കട്ടെ? വെച്ചു. 30 സെക്കൻഡ് ഉണ്ട്. യോർക്കാട് കുളു കേട്ടിട്ടില്ല. വെച്ചോളൂ. വേഗം വെച്ചോളൂ. കുളു വെക്കണം? വേണ്ടല്ലോ. കുളു യോർക്കാട്. ഏർക്കാട് കേട്ടിട്ടില്ല. ഏർക്കാട് വേണം. കുളു. തെന്മല എന്ന ആൻസർ ഓപ്ഷനിൽ 92 ലക്ഷം, കുളുവിൽ 4 ലക്ഷം, ഏർക്കാട് ഒന്നുമില്ല, ഡാർജിലിംഗ് 4 ലക്ഷം രൂപ. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? വേണ്ട. എന്തുകൊണ്ട് കുളുവിലും ഡാർജിലിംഗിലും 4 ലക്ഷം വെച്ചിരിക്കുന്നു? അത് വായിച്ച ഒരു ഓർമ്മയുണ്ട്. തെന്മല ഇന്ത്യയിലെന്ന് പറയുമ്പോ കുളുവാണോ ഡാർജിലിംഗ് ആണോ? തെന്മലയാണ് എന്ന്. അപ്പൊ ഇത്രയും ചെറിയ തുകയായിട്ട് ബാക്കപ്പ് ചെയ്താൽ മതിയോ? പോരാ.
പോരാ. എന്നാലും ഒരു കൂടുതലും ഒരു 95% തെന്മലയ്ക്ക്. ശാലിനി പെട്ടെന്ന് പറഞ്ഞു തെന്മലയാണ്. എന്നിട്ട് 92 lakhs ആണ് ഇപ്പൊ തെന്മലയിലുള്ളത്. കോൺഫിഡന്റ് ആണോ? Confidence will lead you. Okay. What will overconfidence do? Overconfidence അല്ലല്ലോ. ഇല്ല അല്ലേ? അതുകൊണ്ടാണ് കുറച്ച് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. Let's see what's gonna happen. Please step up. തെന്മല എന്ന ആൻസർ ഓപ്ഷനിൽ 92 ലക്ഷം, കുളുവിൽ 4 ലക്ഷം, ഡാർജിലിംഗിൽ 4 ലക്ഷം, ഏർക്കാട് ഒന്നും ഇല്ല. ടോപ്പ് ഓർ ഡ്രോപ്പ്? ₹8 ലക്ഷം വെറുതെ പോയി. കുളു, ഡാർജിലിംഗ് വെറുതെ വെച്ചു. തെന്മലയിൽ 92 ലക്ഷം, ഏർക്കാടിൽ ഒന്നും ഇല്ല. വലിയ തുകയായിട്ട് തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. യു ഹാവ് ടു പ്രൊസീഡ്. അതിലാണ് ഫൺ. ടോപ്പ് ഓർ ഡ്രോപ്പ്? ശാലിനി ആദ്യം പറഞ്ഞത് ശരിയായിരുന്നു. തെന്മല എവിടെ വായിച്ച നല്ല പോയാലോ. കൊല്ലം ജില്ലയിലാണ് തെന്മല. വായിച്ചിട്ടുണ്ട് തെന്മല. ആൻഡ് ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാന്റ് ഈക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല. പ്രേക്ഷകർക്കായി ആൻസർ ഓപ്ഷൻസും ചോദ്യവും വീണ്ടും. ഓപ്ഷൻ എ അരവിന്ദൻ, ഓപ്ഷൻ ബി ജയരാജ്, ഓപ്ഷൻ സി അടൂർ ആൻഡ് ഓപ്ഷൻ ഡി ഷാജി ആൻഡ് കരുൺ. ചോദ്യം: ദേശീയ പുരസ്കാരം നേടിയ തമ്പ് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? വീണ്ടും ആൻസർ ഓപ്ഷൻസ് ഇതാണ്: എ അരവിന്ദൻ, ബി ജയരാജ്, സി അടൂർ ആൻഡ് ഡി ഷാജി ആൻഡ് കരുൺ. SMS അയക്കേണ്ട ഫോർമാറ്റ് AYR സ്പേസ് ഓപ്ഷൻ എ ഓർ ബി ഓർ സി ഓർ ഡി സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് സ്ഥലം. SMS അയക്കേണ്ട നമ്പർ അറിയാമല്ലോ, 58585. നാളെ ഉച്ചക്ക് 12 മണി വരെ SMS അയക്കാൻ സമയമുണ്ട്. വിജയികൾ ആരാണെന്ന് അറിയാൻ അടുത്ത ദിവസം നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അഡ്രസ് ഇതാണ്: www.sunnetwork.in/1crore. വിജയികളായി തെരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് 5000 രൂപ വീത സമ്മാനമുണ്ട്. കയ്യിലൊരു കോടിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും മറക്കാതെ കണ്ടുകൊണ്ടിരിക്കുക. പ്രേക്ഷകർക്കായി നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുക. ഒരു പക്ഷേ നാളെ 1 കോടി നേടാൻ പോകുന്ന മത്സരാർത്ഥി നിങ്ങളിൽ ഒരാളാവാം. രണ്ടുപേരും പറയൂ, ചേർത്തലയിലെ വിശേഷങ്ങളൊക്കെ പറയൂ. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ചേർത്തല എന്ന് പറയുമ്പോൾ ഒരു ഹിസ്റ്ററി ഉള്ളതാണ്. എന്തൊക്കെയാണ് ഹിസ്റ്ററി പറയൂ. ചേർത്തലയിൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ചേറിൽ നിന്ന് കടഞ്ഞു കിട്ടിയ ഒരു വിഗ്രഹം. അവിടെ ചേർത്തല ദേവീക്ഷേത്രം വളരെ പ്രസിദ്ധമായ ഒരു ദേവീക്ഷേത്രമാണ്. ചേർത്തല പൂരം പ്രസിദ്ധമായ ഒരു പൂരമാണ്. അപ്പൊ ചേറിൽ നിന്നുണ്ടായ നാട് എന്നുള്ള രീതിയിൽ